നമ്മുടെ ക്രോമോസോമുകളെയും നമ്മുടെ ഓർഗൻസിനെയും എല്ലാം പ്രോപ്പറായി ഫങ്ഷൻ ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഫോമിലുള്ള ചലനാത്മകമായ ഒരു കൂളിംഗ് സിസ്റ്റവും കൂടിയാണ് നമ്മളിലെ ഈ പ്രാണൻ. അതുകൊണ്ടല്ല ചിലരോട് പറയുന്നത് ചൂടാകരുത്, അത് ഭയങ്കര ചൂടായിരിക്കാം. ഒരാളെ കൊല്ലണമെങ്കിൽ ശാന്തനായ ആർക്കും കൊല്ലാൻ നോക്കിയല്ല. ശാന്തനായ ഒരു മനുഷ്യൻ കോപിഷ്ഠനായി കഴിഞ്ഞാൽ, ചൂടായി കഴിഞ്ഞാൽ അവൻ ആരെയും കൊല്ലാനായി കഴിയും. മാനസിക സംഘർഷമുള്ള ഒരാള് AC റൂമിനകത്ത് ഇരുന്നാലും പിന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്താൽ നല്ല ചൂട് കാണും. കാരണം ഇതെല്ലാം മാൽ ഫങ്ഷനിലേക്ക് പോകുകയാണ്. പ്രാണൻ ചൂടായാൽ ചില മാനസിക രോഗികളാണ്, പ്രാണൻ ചൂടായാൽ ചില കൊലപാതകരാകും, പ്രാണൻ ചൂടായാൽ ചില ആത്മഹത്യ, പ്രാണൻ ചൂടായാൽ ചില കോപിഷ്ഠരായ വഴക്കുണ്ടാകും, പ്രാണൻ ചൂടായാൽ ചില ബ്ലഡ് വെസൽസുകൾ പൊട്ടി ശരീരം പാരലൈസ്ഡ് ആയി പോകും. അതുകൊണ്ട് അതൊരിക്കലും സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഉറങ്ങുമ്പോഴും ഈ കൂളിംഗ് സിസ്റ്റം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇത് ചൂടായി കഴിഞ്ഞാൽ ഒരു ആത്മീകൻ പിടിച്ചു നിൽക്കാൻ ഒക്കെയില്ല, തകർന്നു പോകും. ഞാനും നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നതിന്റെ കാരണം പ്രാണൻ ചൂടാകാത്തതുകൊണ്ടൊന്നുമല്ല, പ്രാണൻ ചൂടായപ്പോൾ തണുപ്പിക്കുന്ന ഒരു കർത്താവുള്ളതുകൊണ്ടാണ്. പക്ഷെ പ്രാണൻ ചൂടാക്കുന്ന താഴ്വരയിൽ മടങ്ങിപ്പോയാൽ ആലയത്തിൽ പോകാൻ ഒക്കെയില്ല, അവിടെ പിടിച്ചു നിന്നാൽ കർത്താവ് തണുപ്പിക്കുന്നു. ദാവീദ് ഇത് എഴുതുമ്പോൾ തന്റെ ആരാധനയിൽ സന്തോഷമുള്ളവളായിരുന്നല്ലോ ഭാര്യ. തന്റെ അമ്മായിയപ്പൻ തന്നെ കൊല്ലാൻ ഓടിച്ചു. തന്റെ സ്വന്തം മകൻ അബ്നോൻ തന്റെ സ്വന്തം മകളായ താമറിനെ ബലാത്സംഗം ചെയ്തു. ഒരപ്പൻ എങ്ങനെ സഹിക്കും? അതിന്റെ കേസിൽ ദാവീദിന്റെ സ്വന്തം മകനായ അബ്ശാലോം അബ്നോനെ തല്ലിക്കൊല്ലുന്നു. ഒരപ്പന്റെ മക്കളാണ്. കുറെ കഴിഞ്ഞപ്പോൾ ഈ അബ്ശാലോം യുവായിസിനെ കൊല്ലാനായിട്ട് പട്ടാളക്കാരുമായി ഓടുന്നു. എന്നിട്ടും ദാവീദ് ആത്മഹത്യ ചെയ്യാതിരുന്നത്, മാനസിക രോഗിയാകാതിരുന്നത്, ബ്ലഡ് പ്രഷർ കൂടി വെയിൻ പൊട്ടാതിരുന്നതെന്ന് അയാളുടെ മനസ്സ് ചൂടായപ്പോഴെല്ലാം ഇടയെ തണുപ്പിച്ചിരുന്നു. കരമടിച്ചൊന്ന് ദൈവത്തെ ആരാധിക്കട്ടെ. നിന്റെ മനസ്സ് ചൂടാകുന്ന, നിന്റെ പ്രാണൻ ചൂടാകുന്ന ഒത്തിരി സന്ദർഭമുണ്ട്. അങ്ങനെ ഒരു താഴ്വര ക്രോസ് ചെയ്തെങ്കിൽ മാത്രമേ നിനക്ക് ഈ ആലയത്തിൽ വരുവാൻ കഴിയുള്ളൂ. പക്ഷേ അവിടെ പിടിച്ചു നിന്നാൽ കർത്താവ് നിന്റെ പ്രാണനെ തണുപ്പിക്കും. കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. അവൻ നിന്റെ പ്രാണനെ തണുപ്പിക്കുകയാണ്. 100 ചിന്തകൾ നിന്റെ മനസ്സിലൂടെ ഇപ്പോൾ ഓടിപ്പോകുന്നുണ്ട്. നീ വിളിക്കപ്പെട്ടത് ആലയത്തിൽ പോകാനാണ്. പ്രാണൻ ചൂടാകുന്ന കാര്യങ്ങൾ കണ്ട് മടങ്ങി പോകുവാൻ വിളിക്കപ്പെട്ടവനല്ല നീ എന്ന് മനസ്സിലാക്കി പിടിച്ചു നിന്നാൽ അവൻ നിന്നെ തണുപ്പിക്കും. അതങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. രണ്ടാമത്തെ താഴ്വര ശത്രുക്കളുടെ മുൻപിലാണ്. ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നവരാണെങ്കിൽ ഏറ്റവും നല്ല ശത്രുവിന്റെ കയ്യിലേ കൊടുക്കും. അല്ല ചെറിയ ഒരു ചീത്ത പറയുന്നവരെ എടുത്തൊന്നും ദൈവം വിടുകയല്ല. അതൊക്കെ കൊച്ചു ചോട്ടാ പുള്ളികളെയാണ്. ഈ മിലിറ്ററിയിൽ പരിചയപ്പെടുത്തുന്ന ട്രെയിനിങ്ങിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശത്രുവിനോട് ഏറ്റുമുട്ടാൻ പോകേണ്ട ഇവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങൾ ഭയങ്കരമാണ്. ഈ ആലയത്തിൽ പോകുന്നവനെ കർത്താവ് ഇങ്ങനെ സ്വത്രം എന്ന് പറയുന്ന പാല് വേണോ ചായ വേണോ ഇങ്ങനെ ഞങ്ങളെ സ്റ്റേജിലൊക്കെ ഇങ്ങനെ പൊക്കി കേരളത്തിൻ്റെ വെളിയിൽ ഇന്ത്യയിലും എന്തുവാ ഇന്ത്യയുടെ വെളിയിലോ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ടാകും. തെറി പറയുന്നവരുടെ മുമ്പിൽ നമ്മളെ കൊണ്ട് നിർത്തും കർത്താവ്. ഒന്നാം കവലയിൽ ഞാനൊരാളോട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരാൾ എന്നോട് തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. ഒത്തിരി അകലെയല്ല, ഞങ്ങൾ അടുത്തടുത്ത കസേരയിരുന്ന് മുഖാമുഖം പറയണം. പുള്ളി തെറി പറഞ്ഞ് ഞാൻ സുവിശേഷം പറയും. അപ്പോൾ എനിക്കൊരു കാര്യം അറിയാം, ഈ തെറി ഒരിക്കലും ആരും സ്കൂളിലും കോളേജിലും പഠിക്കുന്നതല്ല. അതുകൊണ്ട് ആർക്കും ഒത്തിരി തെറി അറിയത്തില്ല. അതിൻ്റെ സ്കോളർമാരാരുമില്ല. 5 മിനിറ്റിനുള്ളിൽ ഇവൻ്റെ കാറ്റ് പോകുന്ന എനിക്കറിയാം. കാരണം ഇവരൊരു 2 മിനിറ്റ് കൊണ്ട് പഠിച്ചതെല്ലാം പറയും. പിന്നെ അവൻ ഒന്നുകൂടെ ആവർത്തിക്കും. 3ാമത്തെ ആവർത്തി വരുമ്പോൾ ഇവൻ ക്ഷീണിക്കുമെന്ന് എനിക്കറിയാം. എനിക്കാണെങ്കിൽ 24 മണിക്കൂർ യേശുവിനെ കുറിച്ച് പറയാനുള്ള കാര്യം എൻ്റെ വീട്ടിലുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ കണക്കാക്കി ഇവൻ പോക്കുമാണ്. അപ്പോൾ ഇവനിങ്ങനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാനിങ്ങനെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിരിച്ചുകൊണ്ട് മുഖത്ത് നോക്കിയാണ് തിരിച്ചു പറയുന്നത്. പണ്ടേ മുതലേ ഒരാഗ്രഹമുണ്ട്, ഞങ്ങളുടെ പഴയ മതക്കാരാണ്,
അപ്പോൾ അതൊക്കെ കാരണമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ആൾക്കാർ കേട്ട് രക്ഷിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 5 മിനിറ്റ് ആയപ്പോൾ